വേണ്ട, ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രം മതി. അതാണ് കാനംകാരി എന്ന് പറയുന്നത്. അവരോട് വചനത്തിൻ്റെ പൊരുൾ പറയത്തില്ല. കിട്ടിയ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി കൊള്ളാൻ പറയും. കിട്ടിയ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകും, നമ്മളുള്ള ബിസിനസ് അവസാനിക്കണമെന്ന് പറയും. അപ്പോൾ അപ്പോസ്തലന്മാർ ഈശോ മിണ്ടാതെ നടക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ അടുത്ത് ഇവിടെ ചെല്ലും. ഇവിടെ ചെന്നിട്ട് പറയും, ഗുരു മിണ്ടണില്ല, എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കാറായി, എന്നിട്ട് ഒരു അടയാളമില്ല, ഗുരു മിണ്ടണില്ല. അതാണ് സംഭവം. മിണ്ടാത്ത സിറ്റുവേഷൻ ഉണ്ടേ. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് നിങ്ങളിപ്പോൾ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ എന്താ കാര്യം? എന്താ? ചിലപ്പോൾ അച്ഛനെ കണ്ടാലും നടക്കത്തില്ല. എന്താ കാര്യം? ഗുരു മിണ്ടണില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്? ഗുരുവിനറിയാം ഈ കാര്യം കണ്ടാൽ പിന്നെ ഇവളെ രാവിലെ പോലും എഴുന്നേക്കത്തില്ലെന്നറിയാം. അതാണ് പ്രശ്നം. ഗുരുവിൻ്റെ പ്രശ്നം എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? ഇവൾ ഈ കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയും ഇല്ല, രാവിലെ പോലും എഴുന്നേക്കത്തുമില്ല, ഈ കണ്ട യാതൊരു പരിപാടികളും ഇല്ലെന്നറിയാം. ദൈവത്തെ നിങ്ങൾ അറിയാവുന്ന കൊണ്ട് മിണ്ടാതിരിക്കാം. അപ്പോൾ എന്ത് പറ്റണം? നിങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തൊരു വിഷയമായത് കൊണ്ടാണ് ദൈവം മിണ്ടാത്തത്. അതിന് അവൾ അടുത്ത സ്റ്റെപ്പ് എടുത്ത് എന്താ സ്റ്റെപ്പ് എടുത്തിരിക്കണത്? അപ്പോസ്തലന്മാരെ കൂട്ടുപിടിച്ചു. നമ്മളിപ്പോൾ അത് തന്നെയാണ് ചെയ്തിരിക്കണത്. മാതാവിൻ്റെ അടുത്ത് അപേക്ഷ വെക്കുന്നു, എന്നിട്ടും ഉടമ്പടി ഒന്ന് പുതുക്കിയിട്ട് മൂവ്മെൻ്റ് ഇല്ല, അതിന് മൂവ്മെൻ്റ് ഇല്ല. എന്നാൽ പിന്നെ അച്ഛനെ കണ്ടേക്കാമെന്ന് വിചാരിക്കുന്നു. അച്ഛനെ കണ്ടു. ഞാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സംസാരിക്കത്തില്ല. മെസ്സേജ് വല്ലതും ഉണ്ടെങ്കിൽ അപ്പം പറയും, അല്ലെന്നുണ്ടെങ്കിൽ ഈ വിഷയം സബ്ജക്റ്റ് വൈസ് മാതാവിൻ്റെ ദിവസം ഏൽപ്പിച്ചിട്ട് ആ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്കും കൊടുത്തിട്ട് ജപ്തി നടപടിയുടെ ആധാരം നിങ്ങളുടെ തരും, അല്ലെങ്കിൽ മരുന്ന് ചീട്ട് നിങ്ങളുടെ തരും, അല്ലെങ്കിൽ ആളില്ലെങ്കിൽ ആളിൻ്റെ ഫോട്ടോ പ്രാർത്ഥന നിങ്ങളുടെ തരും. എന്താ കാര്യം? ഇനി ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ചെയ്യാനുള്ളത് ചെയ്യും. പക്ഷേ നിങ്ങളുടെ ഈ അഭ്യാസം കൊണ്ട് സംഭവം നടക്കത്തില്ല. മര്യാദയ്ക്ക് ഉടമ്പടി ജീവിക്കണമെന്ന്. ഉടമ്പടി ജീവിക്കണം. ഉടമ്പടി എന്തിനുള്ളതാണ്? ഉടമ്പടി പ്രാർത്ഥിക്കാനുള്ളതല്ല. പിന്നെന്താണ്? ഉടമ്പടി ജീവിക്കാനുള്ളതാണ്. ഈ ദിവസങ്ങളിലെ ഒരു നല്ലൊരു സാക്ഷ്യം ഉണ്ടായി. അത് അവരുടെ സാക്ഷ്യം എന്ന് പറയുന്നത് സുമറാണി ഇവിടെ താമസിക്കുകയാണ്. എവിടെയാണ്? ഹാമിൽട്ടണിലെ. നമ്മുടെ നാട്ടുകാരത്തെയാണ്, നടുവേട്ടത്തുള്ളതാണ്, എറണാകുളം. സുമറാണിയുടെ പ്രശ്നം എന്താ? സുമറാണിക്ക് 7 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ കാനഡയിൽ നല്ല ചികിത്സയുള്ള സ്ഥലത്തുള്ളതാണ്. ഇവർ നേഴ്സാണ്. ഇവരുടെ പ്രശ്നമെന്ന് പറയണത്, ഇവർ സീനിയർ നേഴ്സായത് കാരണം ഇവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം. മക്കളില്ലാത്തതിൻ്റെ ഒത്തിരി കാരണങ്ങളുണ്ടാകാം, എങ്കിലും ഇവർക്ക് വിശ്വാസമുള്ള ആളാണ്. പക്ഷേ സയൻസിലുള്ള വിശ്വാസം തൽക്കാലം നിർത്തി. കാര്യം കാരണങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകരുതെന്ന് മനസ്സിലായി. അതാണ് വിഷയം. സുമറാണിയുടെ സാക്ഷ്യം നോക്കിയാൽ മതി. കാര്യങ്ങൾ അവർ നേഴ്സാണ്, അവർക്ക് കാര്യങ്ങൾ അറിയാം. കാരണങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ 7 കൊല്ലത്തെ ചികിത്സ കഴിഞ്ഞപ്പോൾ മക്കൾ ഇനി സ്വാഭാവികമായിട്ട് ഉണ്ടാകത്തില്ലെന്ന് മനസ്സിലായപ്പോൾ എന്താ ചെയ്യണത്? അവർ ട്രീറ്റ്മെൻറ്റ് അവസാനിപ്പിച്ചു. ട്രീറ്റ്മെൻറ്റ് അവസാനിപ്പിച്ചെങ്കിലും ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടി ഭാഷയിൽ മെരിറ്റാണ്, സയൻസ് അല്ലേ. സയൻസ് ഉടമ്പടി ഭാഷയിൽ എന്താണ്? മെരിറ്റെന്ന് പറയും. പക്ഷേ മെരിറ്റ് ശാസ്ത്രീയമായിട്ട് ഇനി കുട്ടികളെ കിട്ടാൻ സാധ്യതയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സാധ്യതയില്ല എന്നല്ല എൻ്റെ അർത്ഥം. അതിനർത്ഥം ഓപ്ഷൻ വെക്കുന്ന ഉടമ്പടിയാണ്. എന്താണ്? മെരിറ്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, സയൻസ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എഫേസ്യൻസ് 2:8 വർക്കൗട്ട് ചെയ്യും. എന്താണ്? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ ഇനി ഗ്രേസിൻ്റെ വഴിയാണ്. ഗ്രേസ് ടാപ്പ് ചെയ്യാൻ ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരേ ഒരു മാർഗം എന്താണ്? ഉടമ്പടിയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 7:24 7:24 എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ആ ഉടമ്പടി ജീവിക്കാനുള്ളതാണ്. ഉടമ്പടി എന്തിനുള്ളതാണ്? ഉടമ്പടി പ്രാർത്ഥിക്കാനുള്ളതല്ല. ഉടമ്പടി പ്രാർത്ഥിക്കാൻ മാത്രമുള്ളതല്ല. പക്ഷേ ഉടമ്പടിയിൽ പ്രാർത്ഥനയെല്ലാം വരുന്നുണ്ട്. ഉടമ്പടി പ്രയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. എന്നാൽ ഉടമ്പടി പ്രയോഗങ്ങളെല്ലാം വരുന്നുണ്ട്. ഉടമ്പടി പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. എന്നാൽ ഉടമ്പടി പ്രഖ്യാപനങ്ങളെല്ലാം വരുന്നുണ്ട്. ഉടമ്പടി ഈ പ്രാർത്ഥനയും ഈ പ്രഖ്യാപനവും ഈ പ്രയോഗവും എല്ലാം ചേർന്നിട്ടുള്ള ഉടമ്പടി ജീവിതം തന്നെ. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും അവൻ
ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും.